അപ്പോൾ ഇന്നത്തെ ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓപ്പോയുടെ റെനോ 13 5G അതുപോലെ തന്നെ ഓപ്പോ A5 Pro 5G എന്നീ ഫോണുകൾ TDRA വെബ്സൈറ്റുകളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓപ്പോ റെനോ 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന് സിംഗിൾ കോറിൽ 1046 പോയിൻറ്റും മൾട്ടി കോറിൽ 3499 പോയിൻറ്റുമാണ് ലഭിച്ചിരിക്കുന്നത്. 12 GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഓപ്പോ A5 Pro 5G എന്ന സ്മാർട്ട് ഫോൺ ക്യാമറ FV5ലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 50 Pro അതുപോലെ തന്നെ 15 Pro Plus എന്നീ ഫോണുകളുടെ പുതിയ കളർ വേരിയൻസ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 15 Pro Plusൻ്റെ നാനോ ഫ്ലക്സ് ഫൈബർ കളർ വേരിയൻ്റാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോയിൽ ബ്ലോസം പിങ്ക് അതുപോലെ തന്നെ ഡ്രീമി പർപ്പിൾ എന്നീ കളർ വേരിയൻസ് വരുന്നുണ്ട്. പിന്നെ 15ൻ്റെയും 15 Proയുടെയും ഡ്യുവൽ സ്കേപ്പ് ഗ്ലാസ് എന്നുള്ള ഒരു കളർ വേരിയൻറ്റും വരുന്നുണ്ട്. പിന്നെ ഗൂഗിൾ പിക്സൽ 9 സീരീസിൽ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ബൈപ്പാസ് ചാർജിങ് എന്നുള്ള ഫീച്ചർ വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചാർജർ കണക്ട് ചെയ്ത് ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ബാറ്ററിയിലോട്ടല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്നതിനായിരിക്കും ഇത് ചാർജ് യൂസ് ആവുക. അതുപോലെ തന്നെ ഇപ്പം ഐഫോണിലൊക്കെ 80% വരെ ചാർജ് ചെയ്യാനുള്ള ലിമിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലുള്ള ഫീച്ചറും ഈ ഫോണുകളിലോട്ട് എത്തിയിട്ടുണ്ട്. OnePlusൻ്റെ Ace 5 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ കോറിൽ 928 പോയിൻറ്റും മൾട്ടി കോറിൽ 2988 പോയിൻറ്റുമാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Elite എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ സാംസങ് S25 Ultra'യുടെ ഡമ്മി യൂണിറ്റിൻ്റെ ഇമേജസും കാര്യങ്ങളൊക്കെ ഇപ്പം ലീക്കായിട്ടുണ്ട്. ഇപ്പം ആ ഒരു ക്യാമറ മോഡ്യൂളിൻ്റെ ഭാഗത്ത് റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ജനുവരി 22 ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ 6.86 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 8 Elite എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ആയിരിക്കും വരിക. 200+10+50+50 മെഗാ പിക്സലിൻ്റെ കോഡ് ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വയർലെസ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ പോക്കോയുടെ C75 5G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ കോറിൽ 832 പോയിൻറ്റും മൾട്ടി കോറിൽ 1955 പോയിൻറ്റുമാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ 4 GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ 6.88 ഇഞ്ചിൻ്റെ HD റെസൊല്യൂഷൻ വരുന്ന LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 5160 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. പിന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ആപ്പിൾ ബ്രോഡ്കോമുമായിട്ട് സഹകരിച്ചിട്ട് ആദ്യത്തെ AI സെർവർ ചിപ്പ് ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ വാട്സപ്പ് ബീറ്റയിൽ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വോയിസ് മെസ്സേജസിന് ക്വിക്ക് റിപ്ലൈ എന്നുള്ള ഫീച്ചറാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മെയിൻ വാട്സപ്പിൽ വന്നിട്ടില്ല, ബീറ്റ വെർഷനിൽ മാത്രമാണ് ഇപ്പം വന്നിരിക്കുന്നത്. പിന്നെ യുലേഫോൺ ടാബ് W10 എന്നുള്ള പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിൽ 10.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. യൂണി SoC T606 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 6600 mAh ബാറ്ററി വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ്. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓപ്പോയുടെ പുതിയൊരു ഫോൺ MIIT അതുപോലെ തന്നെ CMIIT സർട്ടിഫിക്കേഷൻ സൈറ്റുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ കറക്റ്റ് പേരും കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഓപ്പോയുടെ പുതിയ ഫോണുകൾ വരാൻ പോകുന്നുണ്ട്. പിന്നെ ലാവയുടെ O3 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. 6.56 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പഞ്ച്വൽ ഡിസൈൻ വരുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണി SoC T606 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും പിന്നെ 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ വരുന്നുള്ളൂ. ഈ ഒരു ഫോണിൻ്റെ 4 GB റാം 128 GB ഇൻ്റർണൽ വെർഷൻ്റെ വില വരുന്നത് 6999 രൂപയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഗൂഗിൾ ആൻഡ്രോയിഡിൻ്റെ XROS അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പം AR ഡിവൈസുകൾക്കും അതുപോലെ തന്നെ VR ഡിവൈസുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പം ആൻഡ്രോയിഡിൻ്റെ പുതിയ സോഫ്റ്റ്വെയറും കൂടി വരുന്നുണ്ട്. പിന്നെ പോക്കോ F7 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ FCC സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ 6000 mAh ബാറ്ററി വന്നേക്കാം. പിന്നെ ഈ ഒരു ഫോണിൽ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ചിലപ്പം ഈ ഒരു ഫോൺ Redmi K80 എന്ന ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. ഇതിൽ 2K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വന്നേക്കാം. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും
പിന്നെ 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. റിയൽമിയുടെ 14 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഗീക്ക് ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഫോണിന് സിംഗിൾ കോറിൽ 1166 പോയിന്റും മൾട്ടി കോറിൽ 3214 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക. പിന്നെ 8 GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ബേസ് വേരിയന്റിൽ 8 GB റാമും 128 GB ഇന്റേണലും ആയിരിക്കും വരിക. 8 GB റാമും 256 GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 12 GB റാമും 256 GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. വിവോയുടെ പുതിയൊരു സബ് ബ്രാൻഡ് വരാൻ പോകുന്നു. ജോവി എന്നുള്ള ഒരു സബ് ബ്രാൻഡ് ആയിരിക്കും വരിക. ഇപ്പം GSM ഡാറ്റാബേസിൽ ജോവി എന്ന പേരിൽ 3 ഫോണുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജോവി V50 ലൈറ്റ്, അതുപോലെ തന്നെ Y13 and 5G. അപ്പം ഇത് വിവോയുടെ സബ് ബ്രാൻഡിൽ വരുന്ന ഫോണുകളായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പം വിവോയുടെ സബ് ബ്രാൻഡ് ഓൾറെഡി ഉണ്ട്. ഐക്യു വിവോയുടെ ഒരു സബ് ബ്രാൻഡ് ആയിരുന്നു, ഇപ്പം സെപ്പറേറ്റ് കമ്പനി ആയിട്ടുണ്ട്. അതുപോലെ പുതിയൊരു ഫോണും കൂടി വരുന്നുണ്ട്. പിന്നെ വിവോയുടെ X200 സീരീസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. X200 സീരീസിൽ 2 ഫോണുകൾ വരുന്നുണ്ട്, X200ഉം അതുപോലെ തന്നെ X200 Proയും. അപ്പം ഈ ഫോണുകളിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 9400 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ X200ൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 5800 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് ഈ ഫോണിൽ വരുന്നത്. അപ്പോൾ 12 GB റാം 256 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 65,999 രൂപയാണ്. 16 GB റാം 512 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 71,999 രൂപയാണ്. പിന്നെ വിവോ X200 Proയിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 50+50+200 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും പിന്നെ 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 16 GB റാം 512 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 94,999 രൂപയാണ്. പിന്നെ പോക്കോയുടെ പോക്കോ X7 Neo 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഗീക്ക് ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ കോറിൽ 943 പോയിന്റും മൾട്ടി കോറിൽ 2247 പോയിന്റുമാണ് ഈ ഫോണിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ഫോണിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 7025 എന്നുള്ള പ്രോസസ്സർ വന്നേക്കാം. 6 GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ഹൈപ്പർഓഎസ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ ഈ ഒരു ഫോണ് ചിലപ്പോൾ റെഡ്മി നോട്ട് 14 5G എന്ന ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയേക്കാം. അപ്പം ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വന്നേക്കാം. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും 5110 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ആപ്പിൾ iPhone 17 സീരീസിൽ ഗൂഗിൾ പിക്സൽ ഫോണുകളിൽ വരുന്നത് പോലുള്ള ഒരു ക്യാമറ മോഡ്യൂൾ ഡിസൈൻ ആയിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അതിൻ്റെ ചില ഇമേജസ് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ആപ്പിൾ iPhone 17 സീരീസിൻ്റെ കേസിൻ്റെ ഇമേജും വന്നിട്ടുണ്ട്. അപ്പം അതിലും ഈ ഒരു ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പം ആപ്പിൾ iPhone 17 സീരീസിൽ ഡിസൈനിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസിൽ നോക്കാനുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.